സതീഷ്, നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇനി അധികം സമയമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏപ്രിൽ 9 കേരളത്തിന് നൽകിയിരിക്കുന്ന സമയം. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നോട്ട് പോവുകയാണ്. മുന്നണികൾ, രാഷ്ട്രീയ പാർട്ടികൾ, സമുദായ സംഘടനകൾ, ഇതിനിടയിലുള്ള പ്രഷർ ഗ്രൂപ്പുകൾ, ഇവരെല്ലാം തന്നെ ഏതാണ്ട് ഫുൾ സ്വിങ്ങിൽ പണി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ ഈ ഒരുക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് എങ്ങനെ വിലയിരുത്താം, ചുരുങ്ങിയ വാക്കുകളിൽ? പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടികളെ ഏറ്റവും കൂടുതൽ സമീപിക്കാൻ ശ്രമിക്കുന്നത് ജാതിമത സംഘടനകളെ, അതിന് നേതൃത്വം നൽകുന്ന വ്യക്തിത്വങ്ങളെയാണ്. അത് പ്രധാനമായിട്ടുള്ളത് നായർ സർവീസ് സൊസൈറ്റിയിലെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സാർ അവരുകളെ, അതുപോലെ തന്നെ നമ്മൾ SNDPയുടെ നേതാവ് ബഹുമാനപ്പെട്ട ഈ വെള്ളാപ്പള്ളി നടേശ്വർ സാറ്, അതുപോലെ തന്നെ ധീവരസഭ ജനറൽ സെക്രട്ടറി ദിനകര സാറ്, അതുപോലെ തന്നെ നമ്മൾ ഈ KPMSൻ്റെ ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബിഷപ്പുമാർ, അതുപോലെ മുസ്ലിം സംഘടനയുടെ ഇമാമാരുൾപ്പെടെയുള്ള സമസ്ത കാന്തപുരം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയൊക്കെ കാണുന്ന ഒരു പ്രവണതയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ തിരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പം മാത്രമാണ് പല നേതാക്കന്മാരും സമുദായ നേതാക്കന്മാരെ അല്ലെങ്കിൽ ജാതി നേതാക്കന്മാരെ കാണുന്നത് എന്ന് പരക്കെ ആക്ഷേപം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് പ്രധാനമായ ഒരു കാര്യം, ഇപ്പോൾ ഒരു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ഭയപ്പെടുത്തുന്ന സംഭവം, ഏറ്റവും പ്രബലമായ 2 സംഘടനകളാണ് നായർ സർവീസ് സൊസൈറ്റിയും SNDPയും. ഈ 2 സംഘടനാ നേതാക്കളെയും സംഘടനയും തകർക്കാൻ വേണ്ടി പുറത്തു നിന്നുള്ള ചില രാഷ്ട്രീയ പാർട്ടിയാണോ ചില മതസംഘടനകളാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം സംഘടനകളുടെ ഫണ്ടുകൾ വാങ്ങിച്ചിട്ടാണോ ചെയ്യുന്നതെന്നും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയെ, ആ സംഘടനയും നായർ സർവീസ് സൊസൈറ്റിയും തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടങ്ങിയതാണ്. അത് മുൻകാലങ്ങളിൽ ആദ്യം തുടങ്ങിയത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അന്നത്തെ PRO ആയിരുന്ന വിശ്വനാഥൻ നായർ എന്ന് പറഞ്ഞൊരു വ്യക്തി ആണ്. അദ്ദേഹം അന്ന് രജിസ്ട്രാറായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ കോൺഗ്രസിൻ്റെ ചെങ്ങന്നൂർ സ്ഥാനാർത്ഥിയാക്കാമെന്നും ആ സ്ഥാനാർത്ഥിയിലൂടെ തന്നെ ജയിച്ചു വന്നാൽ മന്ത്രിയാക്കാമെന്ന് വാഗ്ദാനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ NSSുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയും അവിടെ ഒരു ഭരണഘടനാ സംവിധാനമുണ്ട് NSSന്. രജിസ്ട്രാർ പോലുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കീ പോസ്റ്റ് ഇരിക്കുന്നവർ മത്സരിക്കാൻ പാടില്ല. മത്സരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് മത്സരിക്കാം എന്നുള്ളതാണ് ഭരണഘടനാ വ്യവസ്ഥ. ആ വ്യവസ്ഥയെ അറിയാമെന്നുള്ള വ്യക്തി തന്നെയാണ് ഇതിനെ മറികടന്നുകൊണ്ട് മത്സരിക്കാൻ ശ്രമം നടത്തി. എൻ്റെ പിന്നിലുള്ള പ്രമുഖരായ ചില കോൺഗ്രസ് നേതാക്കളുണ്ട്. അതിൽ പ്രമുഖനായ നേതാവ് അന്നത്തെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ വിശ്വനാഥൻ നായരെ കണ്ട് അദ്ദേഹത്തിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടതായിട്ടാണ് എനിക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടുള്ളത്. അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തനം എന്ന രീതിയിൽ. അതായത് ഈ സമുദായ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, അവരെ ഈ മത്സര രംഗത്തേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സീറ്റ് കൊടുക്കുക, അത് ഒരുപക്ഷെ ഈ സമുദായ സംഘടനയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടായിരിക്കുമോ? തീർച്ചയായും. കാരണം ഇത് അവിടെ ഈ രജിസ്ട്രാറായിരിക്കുന്ന ഒരാളിന് മത്സരിക്കണമെങ്കിൽ മത്സരിക്കാൻ പറ്റൂല എന്ന് അറിയുന്ന ഒരു NSSുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള ആളാണ് ഈ അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം ഇതിനകത്ത് അതിൻ്റെ സാങ്കേതിക വശം അറിയാവുന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത്. അതിനുശേഷമുണ്ടായ സംഭവം എന്ന് വെച്ചാൽ NSSന് എതിരാകുന്ന അവസ്ഥയിലേക്ക് വിശ്വനാഥൻ നായരെ കൊണ്ടെത്തിക്കാൻ സാധിച്ചു. അതിലൂടെ അന്നത്തെ നമ്മളെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സാറിനെ പുറത്താക്കാനും NSSനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നും പല ആളുകളെ കൊണ്ടും നടത്താനുള്ള ശ്രമങ്ങൾ പലപ്പോഴും വിശ്വനാഥൻ നായർ ഉൾപ്പെടെയുള്ള ആളുകൾ അനുബന്ധ ആളുകളും നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടു.
പക്ഷേ അത്തരം ഒരു സംഘടനയെ ഒരു നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചിന്തിക്കേണ്ടത്, തിരഞ്ഞെടുപ്പ് എടുക്കാറാകുമ്പോൾ ഇത്തരം നേതാക്കന്മാരുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നവർ എന്തുകൊണ്ട് അവരുടെ പ്രതിസന്ധികൾ ഘട്ടങ്ങളിൽ അവർക്ക് വേണ്ടി അനുകൂലിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കാൻ പോലും തയ്യാറാവാത്തുള്ള രാഷ്ട്രീയ നേതാക്കളാണ് കോൺഗ്രസിനകത്തും CPM-നകത്തുമുള്ളത്. ഒരു കാലത്തും അതുപോലെ SNDPയിലെ സമുന്നതനായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശ സാർ. അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹത്തിന് വേട്ടയാടുകയാണ്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പല അതുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന വിദ്യാസാഗർ ഉൾപ്പെടെയുള്ള അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന പല ആളുകളും അദ്ദേഹത്തെ പല ഘട്ടങ്ങളിലായിട്ട് വേട്ടയാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് അതിജീവിക്കാൻ കഴിഞ്ഞു. കാരണം ഈ അദ്ദേഹത്തിനെയും എന്ന് വെച്ചാൽ രണ്ട് സമുദായ സംഘടനയെ തകർക്കണമെന്ന് ആർക്കാണ് ഉദ്ദേശമുള്ളതെന്ന് നമ്മൾ പരിശോധിക്കണം. ഇന്നത്തെ കാലത്ത് ഹിന്ദു സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ തകർത്ത് ഹിന്ദുവിൻ്റെ ഐക്യം തകർക്കുന്നതിന് വേണ്ടിയുള്ള മുന്നോട്ട് പോകുന്ന ചില രാഷ്ട്രീയ സംഘടനകളാണോ മതസംഘടനയാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ഏറ്റവും ശക്തമായ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴും ആ സമരത്തിൽ ഈ സമുദായ സംഘടനകളുടെ സേവനങ്ങളും പിന്തുണയൊക്കെ വളരെ ഇതിനകത്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. LDF ആയിരുന്നാലും UDF ആയിരുന്നാലും തിരഞ്ഞെടുപ്പ് ഉണ്ടായിട്ട് അവർക്ക് അനുകൂലമായ നിലപാടെടുക്കാത്ത സംഘടനകളെ, അതായത് SNDP ആയിരുന്നാലും NSS ആയിരുന്നാലും SNDP ആയിരുന്നാലും അതുപോലെ തന്നെ ധീവരസഭയായിരുന്നാലും അതുപോലെ തന്നെ KPMS ആയിരുന്നാലും അവരെയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത് തിരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു വസ്തുവായിട്ട് കാണുന്നു എന്നുള്ളൊരു ഖേദകരമായ സംഭവം നടക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടി എന്ന സംഘടന ഇന്ന് വരെ ഒരു സമുദായ നേതാക്കളെയും, അത് നായർ സമുദായത്തിന് നേതാവിനായിരുന്നാലും SNDP നേതാവിനായിരുന്നാലും അതുപോലെ ബിഷപ്പിനായിരുന്നാലും ഇമാമിനായിരുന്നാലും വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന സംഘടനയെ തകർക്കുന്ന ഒരു നിലപാടും ഭാരതീയ ജനതാ പാർട്ടി നടത്തിയിട്ടില്ല. അപ്പോൾ ഇത്തരം ആളുകൾ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഇവരെ കാണുകയും ഇവരോട് വോട്ടിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യുമ്പോൾ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്തുകൊണ്ട് ഇവർ പരസ്യമായ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല എന്ന് പരിശോധിക്കേണ്ടതാണ്. താങ്കൾ ദീർഘകാലം കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരു നേതാവാണ്. ഉന്നതരായ രമേശ് ചെന്നിത്തലയും ലീഡർ K കരുണാകരനുമായിട്ടൊക്കെ വളരെ അടുപ്പമുണ്ടായിരുന്ന നേതാവ് കൂടിയാണ്. അപ്പോൾ താങ്കളുടെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ NSSനെ തകർക്കാൻ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമമുണ്ടായി എന്ന് പറയുന്നത്. പക്ഷേ ഈ രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഈ സമുദായ എന്ന സർക്കാരിലെ ഒരു സാമുദായിക നീതി സംരക്ഷിക്കാനും ഒക്കെ NSS മുന്നിൽ നിന്ന ഒരു സമയമല്ലേ? NSS പിന്തുണയ്ക്കുന്ന ഒരു നേതാവല്ലേ രമേശ് ചെന്നിത്തല? 2013 ജനറൽ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻ്റാണ് അതിനെ തുടക്കം കുറിച്ചത്. ഏത് നേതാവ് വളർന്നു വരണമെന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, അദ്ദേഹത്തിന് നിർബന്ധമായ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ നിർഭാഗ്യവശാൽ NSSൻ്റെ ജനറൽ സെക്രട്ടറിയെ തള്ളിപ്പറയുന്നൊരവസ്ഥയാണ് പിന്നെ ആ വ്യക്തിയിൽ നിന്ന് നമുക്കുണ്ടായത്. അത് വളരെയധികം വേദന ആ സമുദായ സംഘടനയിലെ എല്ലാ ഓരോ അംഗങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ശബ്ദത്തിലെ എഡിറ്ററായിരുന്നുള്ള ഒരു മനോഹരൻ എന്ന് പറഞ്ഞ വ്യക്തി കുറേ കാലം നായർ സർവീസ് സൊസൈറ്റിയുടെ രജിസ്ട്രാറായി പ്രവർത്തിച്ചിരുന്നു. രജിസ്ട്രാറല്ല, PR ആയി പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം രണ്ട് പ്രാവശ്യം NSSൻ്റെ പ്രതിനിധിയായിട്ട് ഫോറസ്ട്രി ബോർഡിൻ്റെ ചെയർമാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ പ്രാവശ്യം LDFൻ്റെ UDFൻ്റെ കാലത്ത് വെച്ചിരുന്നു. മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും ശ്രമം ആരംഭിച്ചപ്പോൾ മറ്റൊരാൾ വരട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ശത്രുവായി മാറുക മാത്രമല്ല NSSനെ പൊളിക്കാനും വേദനിപ്പിക്കാനും പല ഘട്ടങ്ങളിലും അദ്ദേഹം ശ്രമം ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ അത്തരം ആളുകളെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ചില ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അത് ഞാൻ അറിയിക്കേണ്ട വേദികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമുദായ സംഘടന നേതാക്കളെ ബഹുമാനിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷേ അവരെ ദ്രോഹിക്കരുത്. ഈ NSS SNDP ഐക്യം, ആ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് അല്ല മലപ്പുറത്തിനെതിരെ മലപ്പുറത്ത് നടക്കുന്ന ചില സാമൂഹിക അനീതികൾ അതൊക്കെ അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം വേട്ടയാടപ്പെട്ടു.
NSSും ജനറൽ സെക്രട്ടറിയും ആ സമയത്ത് ആ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ അദ്ദേഹം നേരിട്ട് ഈ പറയുന്ന മുസ്ലിം മത തീവ്രവാദ സംഘടനകളെ നേരിട്ട് എതിർത്തില്ല. അത്തരത്തിൽ ഇപ്പോൾ കേരളത്തിൽ സജീവമായി കൊണ്ടിരിക്കുന്ന തീവ്രവാദം, ഇസ്ലാമിക തീവ്രവാദം, അവരുടെ രാഷ്ട്രീയ സ്വാധീനം, ഇതൊക്കെ ഈ സമുദായ സംഘടനകളെ തകർക്കുന്നതിന് പിന്നിലുണ്ടോ? അവർക്ക് വേണ്ടിയാണോ ഈ പറയുന്ന കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ സമുദായ സംഘടനകൾക്കെതിരെ നീങ്ങുന്നത്? തീർച്ചയായിട്ടും ഇതിനകത്തൊരു മത തീവ്രവാദ സംഘടനകളുടെ ഒരു ഭയപ്പാടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസും CPM-ഉം മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം ക്ഷേത്രങ്ങളിൽ പോലും ഉത്സവം നടത്തുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. പല ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും കാവിക്കൊടി കെട്ടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സർക്കുലർ ഇറങ്ങിയെങ്കിൽ ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ ബാധകമാക്കാത്ത എന്താണ്? അപ്പോൾ തീർച്ചയായും ഈ കാവിക്കൊടി കെട്ടാൻ പാടില്ല എന്നത് മാത്രമല്ല, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ദേവസ്വം ബോർഡ് ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ, ദേവസ്വം ബോർഡാണ് ഭരിക്കുന്നതെങ്കിലും ആ ക്ഷേത്രങ്ങളെ പരിപാലിച്ച് കൊണ്ടുപോകുന്നത് ഭംഗിയായി നിലനിർത്തി അതിനകത്ത് ആചാരങ്ങളൊക്കെ പാലിച്ച് ഉത്സവങ്ങളൊക്കെ നടത്തുന്ന അവിടുത്തെ ഉപദേശക സമിതിയാണ്. ഉപദേശക സമിതിയിൽ വോളണ്ടിയറായി അല്ലെങ്കിൽ സ്വയം അവിടെ ഉപദേശക സമിതിയിൽ ചുമതലയെടുത്ത് പ്രവർത്തിക്കണമെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒരു ഹിന്ദു നൽകണം എന്ന ഉത്തരവാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ആ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒരു സാധാരണക്കാരൻ എടുക്കാൻ പോയാൽ അയാൾക്കൊരു 800 രൂപയോളം ചിലവ് വരും എന്നും പറയും. ഇതിൽ മടിച്ച് ക്ഷേത്രത്തിനകത്ത് ചുമതലയെടുത്ത് പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഹിന്ദുവിനെ മാറ്റുന്ന ഉത്തരവുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. തീർച്ചയായും അത് ശബരിമല ഉൾപ്പെടെയുള്ളതുണ്ടല്ലോ. ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന കേസുകൾ തന്നെ ഏകദേശം 100 കണക്കിന് കേസുകളുണ്ട്, ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ആ സമരം ഇപ്പോഴേ ഏതായാലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പോകുമ്പോഴാണ് ശബരിമല വിഷയത്തിൽ കുറച്ചൊക്കെ പിന്നോട്ട് പോയിട്ടുള്ളത്. കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ശബരിമല വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ ഹിന്ദുക്കൾക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശബരിമല വിഷയത്തിൽ ജനങ്ങളുടെ ദുഃഖവും പ്രയാസവും വേദനയൊക്കെ ഇതിനകത്ത് പ്രകടിപ്പിക്കാൻ അവസരമാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പം ദേവസ്വം ബോർഡ് ബന്ധപ്പെട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നും ഹിന്ദു ആചാരങ്ങൾ പലതും നടത്താൻ സമ്മതിക്കുന്നില്ല. അതുപോലെ ഉത്സവം നടക്കുമ്പോൾ തന്നെ രാത്രി 10 മണി ആയാൽ ഉത്സവം നടത്താൻ സമ്മതിക്കുന്നില്ല പോലീസ്. എന്താണ് 10 മണിക്ക് ശേഷം ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്താൻ പറ്റാത്തത് എന്നതിനെക്കുറിച്ച് ആരും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. കാരണം പോലീസ് എന്ന് പറയുന്നത് നിയമമാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ചിലപ്പോൾ മാറ്റിവെക്കുമായിരിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങുന്നത് ഇതുപോലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളല്ലല്ലോ ക്ഷേത്രത്തിൽ നടപ്പിലാക്കുന്നത്. അവിടെ ദൈവീയമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പൂജാതി കർമ്മങ്ങളും അത് കഴിഞ്ഞ് അവിടെ നടക്കുന്ന ആഘോഷ പരിപാടികളും 10 മണിക്ക് ശേഷം നടത്താൻ പാടില്ല എന്ന് പറയുന്നത് ഈ ഭരിക്കുന്ന സംവിധാനത്തിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്നും ഹിന്ദുക്കൾ അവഗണിക്കപ്പെടുന്നു, വേദനിക്കപ്പെടുന്നു എന്നുള്ള സാഹചര്യം നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഒരു മതസംഘടനയും വേദനിപ്പിക്കുന്നില്ല. അവരെയൊക്കെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എല്ലാ ജാതി സംഘടനകളെയും അദ്ദേഹം ഹൃദയത്തോട് ചേർക്കുന്നു, മതസംഘടനകളെ ഹൃദയത്തിൽ ചേർക്കുന്നു. എല്ലാവരുമായിട്ടും സ്വകാര്യമായിട്ടും വ്യക്തിപരമായും ബന്ധങ്ങൾ സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷേ മറ്റു LDFൻ്റെയും UDFൻ്റെയും നേതാക്കന്മാർ ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് വേളയിൽ മാത്രമാണ് അവർ മതസംഘടനകളെയും ജാതി സംഘടനകളെയും സ്നേഹിക്കുന്നത്. അത് കഴിഞ്ഞാൽ ആ ഹിന്ദു സംഘടനകളെ എല്ലാ ചടങ്ങുകളെയും അവർ അലങ്കോലമാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഒരു ഗുരുതരമായ പ്രശ്നം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനകത്ത് സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ശക്തമായ ജനവികാരം ഈ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് പൊതുവെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത സമയത്ത് ഹിന്ദു വിരുദ്ധത, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഹിന്ദുക്കൾക്കൊപ്പം ഒരു നിലപാട് അല്ലേ, കപടമായ നിലപാട് സ്വീകരിക്കുകയാണ്. എന്തായാലും ഈ സമുദായ സംഘടനകളെ അടക്കം തകർക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ പിന്തുണ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതിനകത്ത് NSSനെയും SNDPയും അവരെ പ്രവർത്തനത്തിന് സ്വതന്ത്രമായി വിടുക. അതിനകത്തുള്ള പുഴുക്കുത്തുകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് ഈ NSSനെയും SNDP പോലുള്ള സംഘടന നേതാക്കന്മാരെ അവരെ പുറത്താക്കാനുള്ള ഗൂഢശ്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇത് അപകടകരമായി മാറും. കാരണം ഹിന്ദുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്.
ഇത് ഹിന്ദുക്കൾ ഒന്നിക്കാൻ ഇരിക്കുന്ന സംഘടനകളെ നശിപ്പിക്കാനുള്ള ഗൂഢലക്ഷ്യം ഇതിനകത്ത് ഇസ്ലാമിക ടീമുകൾക്ക് പങ്കുണ്ട്, അതിൻ്റെ ഫണ്ട് കൈപ്പറ്റുന്ന ആളുകൾ പുറത്തുണ്ട് എന്ന് സംശയിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പറയും പോലെ ആദ്യഘട്ടം താങ്കളൊക്കെ പലതവണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണല്ലോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്ന ആദ്യഘട്ടം തന്നെ ഈ സമുദായ സംഘടനകൾ, മതസംഘടനകൾ, മത നേതാക്കളെ കാണുക, ഇതൊക്കെ ഒരു കേരളത്തിൽ ഒരു കീഴ്വഴക്കമായി മാറിയിരിക്കുന്നു. ഇതല്ലാതെ ഇപ്പോൾ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പരസ്പരം കുതുകാൽ വെട്ടുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാരപണിയുക, ഇതൊക്കെ ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നുണ്ടാകുമോ? തീർച്ചയായിട്ടും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കോൺഗ്രസിനകത്ത് സീനിയർ നേതാക്കൾ മാതൃകയാകേണ്ടവരാണ്. സീനിയർ എന്ന് വെച്ചാൽ ഏറ്റവും സീനിയറാണ്. പദവിയിൽ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മാതൃകയായിട്ട് താഴെത്തട്ടി കാണിക്കേണ്ടത്. താഴെത്തട്ടിൽ മാതൃകയായിട്ട് ഒരു പുരുഷനായി മാറേണ്ടത്, മാതൃകാ പുരുഷൻ ഒരു രാഷ്ട്രീയ രംഗത്ത്. പക്ഷെ ഇവിടെ ഞാൻ ഇത്രയും വർഷത്തിനകത്ത് പഴയകാല അനുഭവം വെച്ച് പറയുന്നു, അവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ യുദ്ധമാണ്, നിഴൽ യുദ്ധമാണ് പലപ്പോഴും നടക്കുന്നത്, തമ്മിൽ. അതിന് പാവപ്പെട്ട പ്രവർത്തകരെ പല ഘട്ടങ്ങളും പ്രയോജനപ്പെടുത്താറുണ്ട്, ഉപയോഗിക്കാറുണ്ട്, അവരെ കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാറുണ്ട്, അവരെ കൊണ്ട് വിഘടിത പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കാറുണ്ട്. അത്തരം ആളുകളൊക്കെ ഉള്ളൊരു കോൺഗ്രസ് പാർട്ടിക്കകത്ത് സംബന്ധിച്ചിടത്തോളം ആ ഒരു സീനിയർ നേതാവ്, ഞാൻ ഉദാഹരണമായിട്ട് പറയാം, ഒരു ആലപ്പുഴയിൽ ഒരു സീനിയർ നേതാവ് മത്സരിക്കുന്നു. അദ്ദേഹം മത്സരത്തിന് ഏകദേശം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്തുള്ളൊരു കാലഘട്ടത്തിലേക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് 2024 എന്നുള്ള ആണ് എൻ്റെ ഓർമ്മ. ആ തിരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പ് മത്സരം നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥാനാർത്ഥിയാണെന്ന് അറിയാവുന്ന വ്യക്തികളാണല്ലോ ദേശീയ നേതാക്കളെന്ന് പറയുന്നത്. അത്തരം ഒരു നേതാവ് ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു യൂട്യൂബറെ കൊണ്ടുവന്ന് ആ മത്സരിക്കാൻ പോണ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് വളരെ മോശകരമായ രീതിയിലുള്ള ചിത്രീകരണം ഉണ്ടാക്കി ആ യൂട്യൂബറെ കൊണ്ട് പ്രചരിപ്പിച്ചു. അതൊരു വളരെ മ്ലേച്ഛമായ ഒരു സംഭവമായിപ്പോയി. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ തിരഞ്ഞെടുപ്പിന് 15 ദിവസത്തിന് മുമ്പേ, പ്രഖ്യാപനത്തിന് 15 ദിവസത്തിന് മുമ്പേ വീണ്ടും ഒരിക്കൽ കൂടെ ആ യൂട്യൂബറെ കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടെ അത് മറ്റൊരു രീതിയിൽ, വളരെ മ്ലേച്ഛമായ രീതിയിൽ വീണ്ടും ഒരു യൂട്യൂബ് ഇറക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ദേശീയ നേതാക്കൾ തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോയാൽ സാധാരണക്കാരായ നേതാക്കളുടെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് മാത്രം തീരുന്നില്ല, വളരെ നാണക്കേട് തോന്നും. എനിക്ക് പറയാൻ തന്നെ നാണക്കേടുണ്ട്. അതേ നേതാക്കന്മാർ, അതിലൊരു നേതാവ് തന്നെയാണ് ഇത് രണ്ടും വലിക്കാതെ വന്നപ്പോൾ, ഇത് രണ്ടും തിരഞ്ഞെടുപ്പിന് എതിരായിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുമ്പോൾ ചെയ്ത യൂട്യൂബർ പരിപാടി ചെയ്തിട്ട് നടക്കാതെ വന്ന് അയാൾ ജയിച്ചു, അദ്ദേഹം ജയിച്ചു. ഏതൊരു വ്യക്തിയാവട്ടെ ജയിച്ചു. ഒരു കോൺഗ്രസിൻ്റെ നേതാവാണ്, ഏറ്റവും സീനിയർ നേതാവാണ്, അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇദ്ദേഹത്തിന് രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ അദ്ദേഹം ചെയ്തത് വളരെ, ഞാനത് പറയണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സാധാരണ ചിലയിടത്തൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ് ആഭിചാരക്രിയ. അതായത് ഈ രണ്ടും സീനിയർ നേതാക്കളാണ്. അവർ ഇതിനകത്ത് രണ്ട് സീനിയർ നേതാക്കൾ ഒരാൾക്കല്ലേ ചെയ്യാൻ പറ്റുമോ? ജയിച്ചാൾക്ക് ചെയ്യില്ലല്ലോ. അദ്ദേഹത്തിന് ഇതിനകത്ത് ചെയ്തത് വെച്ചാൽ തിരുവനന്തപുരത്തുള്ള ഒരു വനമേഖലയിൽ പോയി അദ്ദേഹം ആഭിചാരക്രിയ നടത്തുകയുണ്ടായി. അത് സത്യം പറഞ്ഞാൽ ഒരു നരബലി പോലെയാണ് ചെയ്തത്. നരബലി എന്ന് പറയുമ്പം ഒരു മനുഷ്യനെ കൊല്ലുന്നത് പോലെ ഒരു പാവയിൽ, പ്രതീകാത്മകമായി പാവയിൽ ആണിയടിച്ച് ഒരു കൂടോത്രം നടത്തി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ. സുധാകരൻ KPC പ്രസിഡൻ്റായിരുന്ന, ബഹുമാനപ്പെട്ട സുധാകരൻ KPC പ്രസിഡൻ്റായിരുന്ന കാലത്താണ് അദ്ദേഹത്തിൻ്റെ ട്രായ്ക്കകത്തും വീട്ടിനകത്തൊക്കെ ഇതുപോലെ തകിടും സാധനമൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ആരും തിരഞ്ഞെടുപ്പ് പുറത്ത് നിൽക്കുമ്പോൾ അണികളെ കുറ്റം പറയുകയും അവരനുസരണക്കേടിനെ ശാസിക്കുകയും ചെയ്യുന്നവരൊക്കെ തന്നെയാണ്
കൂടോത്രവും രാഷ്ട്രീയ പ്രസ്താവനകൾ പലരെ കൊണ്ട് ഇറക്കിക്കുന്നതും ഇത്രയും മ്ലേച്ഛമായ കോൺഗ്രസിൻ്റെ സംസ്കാരം താഴോട്ട് പോകുന്നതിന് പ്രധാന കാരണം നേതാക്കളാണ്. ഇതിപ്പം ഇത് ഭാരതീയ ജനതാ പാർട്ടിയിൽ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും തർക്കം ഉണ്ടായിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയിൽ എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ട കോർ കമ്മിറ്റിയുണ്ട്. ബഹുമാനിയായ സംസ്ഥാന പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കനായ രാജീവ് ചന്ദ്രശേഖർ ആ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം നയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ബഹുമാനപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള മുൻ പ്രസിഡന്റ് വി മുരളീധരനുണ്ട്. അതുപോലെ മുൻ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള PK കൃഷ്ണദാസ് അദ്ദേഹമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ K സുരേന്ദ്രൻ അദ്ദേഹമുണ്ട്. അതുപോലെ തന്നെ കുമ്മനം രാജശേഖരൻ അദ്ദേഹം പഴയ ഗവർണർ കൂടിയായിട്ടുള്ള അദ്ദേഹമുണ്ട്. അപ്പോൾ ഇവരൊക്കെ അടങ്ങുന്നൊരു വലിയ ടീമാണ്, കോർ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളെ. അവരും പൂർണ്ണമായല്ല, അവർ അതിനെ ലിസ്റ്റ് തയ്യാറാക്കി അത് കേന്ദ്ര തലത്തിൽ നമ്മുടെ ബഹുമാനായ അഖിലേന്ത്യാ പ്രസിഡന്റിനെയും അതുപോലെ തന്നെ അമിത്ഷാജിയും പ്രധാനമന്ത്രി അടങ്ങുന്ന ടീമിൻ്റെ കയ്യിലെത്തുമ്പോൾ അവരുടെയും കൂടെ ഒരു പ്രത്യേക ശ്രദ്ധയോടുകൂടിയുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം പ്രഖ്യാപിക്കുന്നതല്ല. ഇവിടെ പരസ്പരം പ്രസ്താവന ഇറക്കലും പാരവയ്ക്കലും അതുപോലെ മറ്റുള്ള കൂടോത്രങ്ങളും അങ്ങനെയുള്ള ഒരു പരിപാടിയും ഭാരതീയ ജനതാ പാർട്ടിക്കകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ഒരു എന്താ പറയുന്ന പല സംസ്ഥാനങ്ങളിലും ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംഘടനയായി ഭാരതീയ ജനതാ പാർട്ടി ഉയർന്നു വന്നത്. ഈ കൂടോത്രം ഫലിച്ചോ? കോൺഗ്രസ് നേതാക്കളുടെ കൂടോത്രം വലിച്ചു കാണില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കുറേ ദിവസം അദ്ദേഹത്തിന് അസ്വസ്ഥനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ആ മനുഷ്യന്, ഇരയായ ആൾ. പക്ഷേ ഇപ്പം കൂടോത്രം നടത്തിയ ആള് പതനത്തിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയ പതനത്തിന്റെ തുടക്കം തുടങ്ങിയിട്ടുണ്ട്. പേര് ഞാൻ തിരിച്ചടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം എപ്പോഴായിരുന്നാലും ദുഷ്കർമ്മം ചെയ്യുന്ന ആർക്കും തിരിച്ചടി. അത് K കരുണാകരൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ വേദനിപ്പിച്ചവർ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കും. അത് നമ്മൾ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, അത് പറയുന്നത് ശരിയല്ല. പക്ഷേ അത് ഒരിക്കലും ഒരു മനുഷ്യനെ ചതിക്കുന്ന നരബലി പോലത്തുള്ള സങ്കല്പമായ ഗൂഢോത്രം ചെയ്യുന്ന ആളുകൾ ഒരു കാലത്തും രക്ഷപ്പെടില്ല. ഞാൻ പേരൊന്നും പറയുന്നില്ല, പേര് പറയേണ്ട അവസരം വരുമ്പോൾ എന്തെങ്കിലും പറയാം, പക്ഷെ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ കൂടോത്രം അടക്കം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരികയാണ് എന്നാണ് അതായത് ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ച നമ്മുടെ ഇതേ ഫ്ലോറിൽ കൂടിക്കാഴ്ചയ്ക്ക് വന്ന ഒരു മുൻ കോൺഗ്രസ് നേതാവ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഈ K സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനായി അദ്ദേഹത്തെ രോഗിയാക്കി എന്നാണ്. രോഗിയാക്കുന്നത് അദ്ദേഹം KPCC ആസ്ഥാനത്തുണ്ടാവും, അദ്ദേഹത്തെ കാണാൻ രാവിലെ മുതൽ കാണാൻ ആരെങ്കിലുമൊക്കെ വരും. അതിൽ വരുന്നവരോട് 3-4 പേരോട് അദ്ദേഹത്തിന് തീരെ സുഖമില്ല, അദ്ദേഹം വിശ്രമിക്കുകയാണ് എന്ന് പറയും. അങ്ങനെ അദ്ദേഹം ഒരു അസുഖക്കാരനാക്കി, ഇത് സ്ഥിരം പരിപാടിയാക്കി അദ്ദേഹത്തെ ഒരു രോഗിയാക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പരിപാടികളുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ രൂപത്തിൽ ആണിയടിച്ച് രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുക, അല്ലെങ്കിൽ മരണം പോലും വരുമെന്ന് വിശ്വസിച്ച് ഈ രീതിയിലുള്ള കൂടോത്രം നടത്തുകയാണ്. പക്ഷെ താങ്കൾ പറയുന്നതിന് മറ്റൊരു വശം കൂടിയുണ്ട്. താങ്കൾ മാത്രമല്ല ഇതാദ്യമായി പറയുന്നത്. കേരളത്തിലെ ഒരു നിഗൂഢ സ്ഥലത്ത് ഇങ്ങനെ കൂടോത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് എനിക്കെതിരെയാണ് എന്ന് പറഞ്ഞത് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ് അല്ലേ? അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ ഇതൊക്കെ സാമാന്യമായി നടക്കുകയാണ്. ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത DK ശിവകുമാറിന് പറഞ്ഞു കൊടുത്തതും കേരളത്തിലെ ആളുകളാണ്. DK ശിവകുമാറിന്റെ അടുത്ത സുഹൃത്താരെന്ന് നിങ്ങൾ അന്വേഷിക്കണം. കേരളത്തിലെ DK ശിവകുമാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താരെന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇത്തരം DK ശിവകുമാറിന്റെ സുഹൃത്ത് തന്നെയാണ് ഇതിൻ്റെയും ആള്. അപ്പോൾ തിരഞ്ഞെടുപ്പ് രംഗം കൊഴുക്കുകയാണ്. നമ്മൾ കാണുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്നത് ഉപരിപ്ലവമായി നമ്മൾ കാണുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ജനങ്ങളെ നേരിട്ട് കാണുന്നു, കുട്ടികളെ എടുക്കുന്നു, അത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനം, ഫ്ലെക്സ് അടിക്കുന്നു. പക്ഷേ അതിന് അല്ലെങ്കിൽ അതിന് അപ്പുറം ചില വിഷയങ്ങളുണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ. അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. സമുദായ സംഘടനകളെ കാലുപിടിക്കുന്നു, അവരെ തകർക്കാൻ പോലും ശ്രമിക്കുന്നു, പരസ്പരം നേതാക്കന്മാർ കുതികാല് വെട്ടുന്നു, കൂടോത്രം ചെയ്യുന്നു, രോഗിയായി ചിത്രീകരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഏറ്റവും അവസാനമായി BJPയുടെ ഒരു ശുഭാപ്തി വിശ്വാസം എങ്ങനെയാണ്? BJP സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമോ? നമ്മളെ സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വേണം. മിക്കവാറും
നാളെ തന്നെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും. കാരണം ഇവിടെ സ്ഥാനാർത്ഥി നിർണയം സ്വന്തം തീരുമാനമെടുത്ത് ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയാവാൻ പറ്റില്ല. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റേതായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത്. ആ നിശ്ചയിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി ആ സ്ഥലങ്ങളിൽ പോവുകയും സജീവമായി പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടെ പാർട്ടി പ്രവർത്തകർ ഏറ്റെടുക്കുകയാണ്. പാർട്ടി പ്രവർത്തകർ കാത്തു നിൽക്കുകയാണ്. മറ്റുള്ള പാർട്ടികളെ ഉന്തും തള്ളലൊന്നും വേണ്ട. CPM-ഉം അതുപോലെ കോൺഗ്രസിൻ്റെ ഇടയിൽ BJP വളർന്നു വരുന്നത് തന്നെ ഈ കോൺഗ്രസിനും CPM-നും ഭയപ്പെടുന്നുണ്ട്. അവരെ നേതാക്കന്മാർ ഭയപ്പെടുന്ന പോലെ തന്നെ അവരെ അണികളും ഭയപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ വൻ ശക്തിയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഏറ്റവും നല്ല ചിട്ടയായ വർക്കാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് നേതൃത്വത്തിലും അതുപോലെ നമ്മളെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയുടെ രാജ്യം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മാത്രമല്ല ഇന്ന് ലോകത്തിൻ്റെ പ്രധാനമന്ത്രിയെ മാറിക്കൊണ്ടിരിക്കുക. കാരണം ലോകത്തിലെ ഏത് രാജ്യങ്ങളും പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാനീയനായ ആദരണീയനായ നരേന്ദ്രമോദിജി പറഞ്ഞാൽ ഒരു യുദ്ധം നിൽക്കുമെന്ന് പറയണമെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ യശസ് എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കണം. ഇവിടെ ചില ആളുകളൊക്കെ ഗ്യാസ് കുറ്റിയായിട്ട് ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങൾ പറയുന്നു. ഇവിടെ ഒരു വീട്ടിലും ഗ്യാസ് കുറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തടസ്സവും ഇല്ല. ഇവിടെ തട്ടുകടകളും ചില വൻകിട ചില സ്ഥാപനങ്ങൾക്ക് വേണ്ടി ദള്ളാളന്മാർ നിൽക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തുന്ന സമര നാടകങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഗ്യാസ് ക്ഷാമത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി വാർ റൂം ഓപ്പൺ ചെയ്തു എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ തിരുവനന്തപുരം നഗരത്തിൽ ഒരാഴ്ചയായി കുടിവെള്ളമില്ല. അതിന് വാർ റൂം അറിയില്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും അമേരിക്ക താക്കീത് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. അമേരിക്കയ്ക്ക് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി അമേരിക്കയെ താക്കീത് എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്ന ഒരാളാണ്. ഇസ്രയേലിനെ ഹമാസിനെതിരായിട്ട് നടപടിയെടുക്കുന്നതിൽ ശക്തമായി പാലസ്തീൻ ജനതയെ കൊല്ലുന്നു പറഞ്ഞുകൊണ്ട് താക്കീത് എടുക്കുന്ന ആളാണ്. ഇതൊക്കെ കേരളത്തിൻ്റെ ചില കമ്മിയായിട്ടുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകളല്ലാതെ ആര് കേട്ട് ബാക്കിയുള്ളവർ ചിരിക്കുക. ഇത്തരം വിഡ്ഢിത്തങ്ങൾ കേട്ട് ചിരിച്ചു പോവുകയാണ്. ഇവിടെ കേരളത്തിലെ അവസാനത്തെ ഗവൺമെൻറ്റാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ല നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, കുറേ MLA-മാരെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം അല്ല. നമ്മളെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി നമ്മൾ 140 സീറ്റിലും ഘടകകക്ഷികൾ ഉൾപ്പെടെ NDA എന്ന പേര് നമ്മൾ മത്സരിക്കുകയാണ്. ആ ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുമ്പോൾ അതിൽ നമ്മൾ പരമാവധി 71 നമ്പറിന് പുറത്തു പോകാനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി, വർഷങ്ങളായി ഇത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ, അദ്ദേഹം കൊണ്ടുവന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംരക്ഷണങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ, വീടുകളിലെ പൈപ്പ് എത്തിക്കുന്നതിന്, കുടിവെള്ളം എത്തിക്കുന്നതിന്, ഭവന നിർമ്മാണം എത്തിക്കുന്നതിന്. ഇവിടെ ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ്. ഇപ്പോൾ ഹൈവേ റോഡുകൾ, ഇപ്പോഴാണ് ജനത്തിന് മനസ്സിലായ ഹൈവേ റോഡ് ആരുടെയാണെന്ന്. ഇത്രയും കാലം റീൽസ് അടിച്ച് നടന്നെങ്കിലും ഇപ്പോഴാണ് മനസ്സിലായത് ഇത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്ന പാലങ്ങളും റോഡുകളൊക്കെയാണ്. ആനയെ കൊണ്ട് അരിക്കൊമ്പനെ കൊണ്ടുപോയപ്പം കാണിച്ച റോഡ് നാഷണൽ ഹൈവേ റോഡാണ്. അതിനെ അവസാനം സംസ്ഥാന ഗവൺമെൻറ് റോഡായിട്ട് ഇവിടെ ചിത്രീകരിച്ച ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ പറയുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടി മിന്നുന്ന വിജയം ഉണ്ടാക്കും. അധികാരത്തിൽ വരാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ വളരെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ അദ്ദേഹത്തിന് പിന്തുണച്ചു പോകുന്ന മുൻകാല പ്രസിഡന്റുമാർ V മുരളീധരൻ ആയിരുന്നാലും അദ്ദേഹമായിരുന്നാലും, അതുപോലെ PK കൃഷ്ണദാസ് ആയിരുന്നാലും, കുമ്മന രാജശേഖരൻ സാറായിരുന്നാലും, അതുപോലെ തന്നെ നമ്മളെ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടായിട്ട് പോവുകയാണ്. ഇവിടെയൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവും ഭാരതീയ ജനതാ പാർട്ടിക്കകത്തില്ല. ഇവിടെ യാത്ര കാസർഗോഡ് നിന്ന് തുടങ്ങി, കോൺഗ്രസിൻ്റെ യാത്ര തുടങ്ങിയതിൻ്റെ അന്ന് തുടങ്ങിയ അടി ഇന്നും KPC ഓഫീസിന് ഇടയിൽ അടി തീർന്നിട്ടില്ല. ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ മുറ്റത്ത് ഒരു അടി തുടങ്ങി. ഇതുവരെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥികൾ രാവിലെ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികൾ പിറ്റേ ദിവസം രാവിലെ ചാനലിലും വൈകുന്നേരം ആകുമ്പോഴേക്കും മാറി മറിഞ്ഞു പോകുന്നു. സ്ഥിരതയുള്ള സ്ഥാനാർത്ഥികളെ സൃഷ്ടിക്കാൻ പോലും കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദയനീയമായിരിക്കും കേരളത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി. ഇവിടെ മത്സരം നടക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും CPM-ആയിട്ടുള്ള മത്സരമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. കാരണം കേരള ജനങ്ങൾ മടുത്തു. ജനങ്ങൾക്ക് മനസ്സിലായി എല്ലാ മതത്തിനെയും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്ന പ്രധാനമന്ത്രിയുടെ ആ പാതയിലൂടെ തന്നെ
രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നു, ഭരണം പിടിക്കുന്നു. കൃത്യമായി എല്ലാവർക്കും തുല്യമായ നീതി ലഭിക്കുന്ന രീതിയിലായിരിക്കും ഭരണം കാഴ്ചവെക്കാൻ പോകുന്നത്. എന്തായാലും വളരെയധികം നന്ദി. ഇത്രയും വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. തെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രീയമായി ഒരുപാട് തിരക്കുകൾ താങ്കൾക്കുണ്ട്. സമയം കണ്ടെത്തിയതിന് നന്ദി. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.